ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് അവർക്കും സ്വാഗതം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 65-ാം വാക്യം. ചുറ്റും പാർക്കുന്നവർക്കെല്ലാം ഭയമുണ്ടായി. യഹൂദ മലനാട്ടിലെങ്ങും ഈ വാർത്തയൊക്കെയും പരന്നു. ഒരു വാർത്ത യഹൂദ മലനാട്ടിൽ, പാലസ്തീനിലെ യഹൂദ മലനാട്ടിൽ പരക്കുകയാണ്. നമുക്കറിയാം, ഒരു വാർത്ത പരക്കണമെങ്കിൽ അതൊരു അത്യപൂർവമായിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും കിംവദന്തി ആയിരിക്കണം, അല്ലെങ്കിൽ വലിയ വലിയ ആൾക്കാരുടെ ഒക്കെ ഒരു ന്യൂസുകളായിരിക്കണം. അതായിരിക്കും ഇങ്ങനെ തീ പോലെ പെട്ടെന്ന് സ്പ്രെഡാവുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്. ഇവിടെ അതിൻ്റെ കൂടെ ജനങ്ങൾക്ക് ഭയവുമായി എന്നാണ് പറയുന്നത്. എന്തായിരിക്കാം ആ വാർത്ത? ഒരു അമ്മ, ഒരു മാതാവ്, വൃദ്ധയായ മാതാവ് ഒരു കുഞ്ഞിന് ജന്മം നൽകുകയാണ്. വൃദ്ധയായ മാതാവ്, അതായത് ഒരു സാധാരണ സ്ത്രീ ഒരു പ്രസവിക്കുന്നത് അല്ലെങ്കിൽ കുഞ്ഞിനെ ജന്മം നൽകുന്നതൊന്നും വലിയൊരു വാർത്തയല്ല. എന്നാൽ ഈ എലിസബത്ത് എന്ന ഒരു വന്യവയോധിക, അതായത് വൃദ്ധയായ ഒരു മാതാവ് ഒരു കുഞ്ഞിന് ജന്മം നൽകുകയാണ്. അത് അത്യപൂർവമാണ്. കാരണം ഈ വൃദ്ധയായ മാതാവിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-70 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു വർഷങ്ങളിൽ സ്ത്രീകൾക്ക് ഒക്കെ വരുന്ന സ്ത്രീകൾക്കുള്ള മുറയൊക്കെ നിന്നു പോയതായിരിക്കാം. അല്ലെങ്കിൽ ഗർഭപാത്രം നിർജ്ജീവമായി വന്യവയോധിക 100-നോടടുത്ത് പ്രായമുള്ള ഒരു സ്ത്രീ പ്രസവിക്കുകയാണ്. അതുകൊണ്ടാണ് അത്യപൂർവമാകുന്നത്. അതുമല്ല, അവരുടെ ഭർത്താവ് സക്രിയ പുരോഹിതൻ വന്യവയോധികനാണ്. അപ്പം ഇവർക്ക് രണ്ടുപേർക്കും കൂടെ ജനിക്കുന്ന ഒരു കുഞ്ഞ് തീർച്ചയായിട്ടും അവിടെ ഒരു വാർത്തയാകുകയാണ്. കൂടാതെ യഹൂദ പാരമ്പര്യം അനുസരിച്ച് 8-ാം നാളിൽ പരിച്ഛേദന ഏൽക്കുകയാണ്, ചേലാകർമ്മം നടക്കുകയാണ്. പീരീഡിൽ ചടങ്ങാണ്. അപ്പോൾ അവിടെ എല്ലാ നാട്ടുകാരും വീട്ടുകാരും ചർച്ചക്കാരും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ ഒരുപക്ഷെ വിളിച്ചവരെല്ലാവരും ഒഴിവൊഴിവ് പറയാതെ വന്നു കാണും. കാരണം ഇങ്ങനെ ഒരു കുഞ്ഞിനെ കാണുവാനായിട്ട്, അല്ലെങ്കിൽ വൃത്തിയായ ഒരിക്കലും ഈ ലോകത്തിൽ മനുഷ്യൻ്റെ ചിന്തകൾക്ക് സാധ്യമല്ല. എന്നാൽ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് അവിടെ മറിയ പറയുന്നുണ്ടാകാം, എന്നോട് ഗബ്രിയേൽ മാലാഖ പറഞ്ഞു ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ പറയുന്നുണ്ടായിരിക്കും. ഈ തമ്മിൽ കൂടുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട്. അങ്ങനെ ഒരു കുഞ്ഞ് ജനിക്കുകയാണ്. അപ്പം അങ്ങനെ 8-ാം പീരീഡിൽ ചടങ്ങിന് അവിടുത്തെ മുതിർന്ന ആൾക്കാരും അല്ലെങ്കിൽ പുരോഹിതന്മാരൊക്കെ പറയുന്നുണ്ടായിരിക്കാം, സാധാരണ പതിവനുസരിച്ച് പിതാവിൻ്റെ പേരിനോട് ചേർത്താണ് പേരിടുന്നത്. അപ്പം ഇവിടെ അതുപോലെ സക്രിയാവെന്ന് പേരിടാൻ തുടങ്ങുമ്പം അവൻ്റെ അമ്മ പറയുകയാണ്, ഈ എലിസബത്ത് അല്ല യോഹന്നാൻ എന്ന് പറയാണ് പേരിടണം. കാരണം ഇത് ദൈവം തന്ന ദാനമാണ്. ഞങ്ങൾ പ്രതീക്ഷിക്കാതിരുന്ന ഒരു അവസരത്തിൽ ദൈവം തന്ന ദാനമാണ്. അതായത് യോഹന്നാൻ എന്ന പേരിൻ്റെ അർത്ഥം തന്നെ ദൈവം തന്നു, ദൈവത്തിൻ്റെ കരുണ എന്നൊക്കെയാണ്. അതായത് ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നാണ്. അപ്പോൾ അവൻ ദൈവം തന്ന ദാനമായിട്ടാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ പിതാവ് കഴിഞ്ഞ 9 മാസമായിട്ട് സംസാരശേഷി നഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ്, ഒരു പുരോഹിതനാണ്, വന്യവയോധികനാണ്. അദ്ദേഹത്തിന് ചോദിക്കുമ്പോൾ അതേ ഒരു കൽപ്പലയിൽ എഴുതി പറയുന്നത് യോഹന്നാൻ, അതായത് എന്നോട് ദൈവം കരുണ ചെയ്തു, ഇത് ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവം കരുണ ചെയ്തു എന്നുള്ള പറയുമ്പോൾ ഈ ദൈവം കരുണ ചെയ്തു എന്ന് പറയുമ്പം അദ്ദേഹത്തിൻ്റെ നാവിൻ്റെ കഴിയുകയാണ്, സംസാരിക്കുകയാണ്. അദ്ദേഹം ദൈവത്തെ അവിടെ സ്തുതിച്ചു എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു പേര് എഴുതി കഴിഞ്ഞ പേര് പറഞ്ഞപ്പോൾ തന്നെ ഈ സക്രിയ പുരോഹിതൻ്റെ നാവിൻ്റെ കഴിയുമ്പോഴാണ്, അത് കണ്ടപ്പോഴാണ് ജനം ഒന്നുകൂടെ ഭയക്കുകയാണ്, ഇതൊരു അത്ഭുത ശിശുവാണ് എന്നെല്ലാം പറയുക. അപ്പം ദൈവം യോഹന്നാൻ സക്രിയാവ് പറയുകയാണ്, എത്രയോ കൊല്ലം മുമ്പ് പറഞ്ഞ ഒരു ഇതാണ്. അതായത് ഒരു വർഷങ്ങളിൽ അവരുടെ ദാമ്പത്യത്തിൻ്റെ ആദ്യ നാളിൽ പ്രാർത്ഥിച്ചാണ് ഒരു കുഞ്ഞുകാലിന് വേണ്ടി. അത് കഴിഞ്ഞ് ഇങ്ങനെ ആയി സ്ത്രീകൾക്കൊക്കെ മുറയൊക്കെ എലിസബത്ത് നിന്നപ്പോൾ ഈ ഇദ്ദേഹം വന്യവയോധ്യനായി 4 വർഷം മറന്നു തന്നെ കാണാം. അപ്പോൾ പറയുകയാണ്, ദൈവം എന്നെ ഓർത്തു. ഒരിക്കലും മറക്കാത്തവനായ ദൈവം, വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ദൈവം, അതായത് നന്ദിയോട് പ്രവർത്തിക്കുവാൻ, വാക്ക് പാലിക്കാതിരിക്കുവാൻ ദൈവം മനുഷ്യനല്ല. അപ്പം ദൈവം ഒരു വാക്ക് കൊടുത്തു, അത് സാധിച്ചു കൊടുക്കുകയാണ്. അതായത് ഈ എലിസബത്തും സക്രിയ ഒരുപക്ഷെ മറന്നു കാണും. അപ്പോഴാണ് ദൈവം അവർക്കൊരു കുഞ്ഞിനെ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം ഓർത്തു. സക്രിയാവെന്ന പേരിൻ്റെ അർത്ഥം തന്നെ ദൈവം ഓർത്തു എന്നാണ്. ദൈവം ഓർത്തു, അങ്ങനെ ദൈവം കരുണ ചെയ്തൊരു മകനെ പ്രസവിക്കുകയാണ്, ആ ഒരു കുട്ടികൾ. അതുകൊണ്ടാണ് അതൊരു വാർത്തയാകുന്നത്. ഇവിടെ അത് കഴിഞ്ഞ് ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഇങ്ങനെ ഈ യോഹന്നാൻ ഇങ്ങനെ 8-ാം നാളിൽ അവിടെ യോഹന്നാൻ്റെ ആ ഒരു പ്രത്യേകത എന്ന് പറയുമ്പം ഈ പേരിടൽ കർമ്മത്തിന് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ നാവിൻ്റെ കെട്ടുകൾ കഴിയുന്നു, അതായത് പിതാവിൻ്റെ ബന്ധനം അഴിയുന്നു. അതായത് മാതാവിനുള്ള ഒരു
അപമാനം, വന്ധ്യ എന്നുള്ളത് മാറി സന്തോഷമുള്ള മക്കളുടെ അല്ലെങ്കിൽ മകൻ്റെ മാതാവാക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് മാമോദിസയുടെ ഉദരം അവിടെ തുറക്കുകയാണ്. അപ്പം ഇങ്ങനെ ബന്ധനങ്ങൾ, മാതാപിതാക്കളുടെ ബന്ധനം മാറുന്നൊരു ഇതായിട്ട് മാറുമ്പോൾ ഈ പിതാവ് പരിശുദ്ധാത്മാവ് എന്നുള്ളിൽ പറയുകയാണ്, ഈ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. ദൈവം എനിക്ക് നല്ലത് ചെയ്തു. എല്ലാവരുടെയും ഇടയിൽ അന്നത്തെ കാലത്ത് ഒരു കുഞ്ഞുങ്ങളില്ലാതിരിക്കുമ്പോൾ ശാപഗ്രസ്തരെന്നാണ് പറയുന്നത്. ആ ശാപഗ്രസ്തത്തിൽ നിന്നും അത് അനുഗ്രഹത്തിൻ്റെ നാളുകളാക്കി മാറ്റുന്നു. അത് കഴിഞ്ഞ് പറയുകയാണ്, ഇത് അത്യുന്നതൻ്റെ പ്രവാചകനാകും. അതായത് ദൈവപുത്രൻ്റെ അന്ധകാരത്തിലും മരണത്തിനും നിഴലിലും ഇരിക്കുന്നവർക്ക് ഒരു സൂര്യോദയമായി യേശുമ്പുരാൻ വരുമ്പം ആ യേശുമ്പുരാൻ വഴികാട്ടിയായി മാറുകയാണ് ഈ യോഹന്നാൻ സ്നാപകൻ. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ പിന്നീട് നാം കാണുന്നത് ഈ അനീതിക്കെതിരെ സംസാരിക്കുന്ന യോഹന്നാനാണ്. അതായത് മരുഭൂമി വിളിച്ചു പറയുന്നവൻ എന്ന പേരിൽ അറിയപ്പെടുന്ന യോഹന്നാനാണ്. അത് കഴിഞ്ഞ് പാപബോധം വരുത്തുന്ന യോഹന്നാനാണ്. ഏറ്റവും ഒടുവിൽ അനീതിക്ക് വേണ്ടി സംസാരിച്ചപ്പോൾ തെറ്റ് രാജാവിനോട് പോലും മൂത്ത് നോക്കി പറയുമ്പോൾ നീ തെറ്റാ ചെയ്യുമെന്ന് പറയുമ്പോൾ ശിരസ് പോലും അവൻ്റെ അവസ്ഥയിലും തല കുനിക്കാത്ത സന്തോഷത്തോടെ രക്തസാക്ഷിത്വം വരിക്കുന്ന ഒരു യോഹന്നാനെ നമുക്ക് കാണാൻ പറ്റും. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ജീവിതത്തിൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾക്ക് പറയും ദൈവം മറന്നു എന്ന് പറയുമ്പോഴും ദൈവം നമ്മളെ ഓർക്കുന്നുണ്ട്. അതല്പം കാത്തിരിപ്പിൻ്റെ അനുഭവം മധുരമാണ്. അങ്ങനെ കാത്തിരിപ്പിൻ്റെ അനുഭവമായപ്പം യേശുമ്പുരാൻ തന്നെ സാക്ഷീകരിക്കുകയാണ്. അതായത് സ്ത്രീകളിൽ ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാളിൽ വലിയവൻ ആരുമില്ല. ആ യോഹന്നാൻ സ്നാപകനെ പോലെ ഒരു മകനെ കിട്ടി. നമുക്ക് കാത്തിരിപ്പിൻ്റെ അനുഭവം മധുരമാണ്. അത് കഴിഞ്ഞ് ഈ കുഞ്ഞുങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പാഠമാണ്. അതായത് മാതാപിതാക്കളുടെ ബന്ധനം അഴിക്കുന്നവരായിരിക്കണം. അതായത് അവരുടെ ഇന്ന് ശൈശവത്തിൽ കുഞ്ഞുങ്ങളെയൊക്കെ ഈ മാതാപിതാക്കൾ നോക്കുന്നുണ്ടെങ്കിൽ അവർ ഇതേപോലെ നിങ്ങളുടെ ഈ കുഞ്ഞുങ്ങളെപ്പോലെ ഒരു അവസ്ഥയിൽ അവർ പ്രായമാകുമ്പോൾ അവരെ പരിചരിക്കേണ്ട ഒരു അനുഭവം ഇവിടെ കാണിക്കുകയാണ്. മാതാപിതാക്കളുടെ ബന്ധനം പ്രയാസമൊക്കെ കണ്ടറിഞ്ഞ് അവരെ സഹായിക്കുന്നവരാണ്. അത് കഴിഞ്ഞിട്ട് ഈ ലോകത്തിൽ പാപബോധം വരുത്തണം. അതായത് നല്ല ഉപദേശങ്ങൾ കൊടുക്കണം. യേശുമ്പുരാനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കണം. യേശു ആരാണെന്ന് അറിയിക്കണം. അത് കഴിഞ്ഞ് അനീതിക്കെതിരെ ഈ ജീർണത അനുഭവിച്ച സമൂഹത്തിൽ ആ ജീർണതയ്ക്കെതിരെ സംസാരിക്കുക, അനീതിക്കെതിരെ സംസാരിക്കുന്നവരാണ്. അങ്ങനെ ജീവിതത്തിൽ എല്ലാവർക്കും ഒരു ഉദയ നക്ഷത്രം, അതായത് ഒരു യേശുവിലേക്ക് ദൈവത്തിലേക്ക് നയിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകാം. അങ്ങനെ യോഹന്നാൻ സ്നാപകനെ പോലെ അത്യുന്നതൻ്റെ പ്രവാചകനാകാം. യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, ഞാനോ വളരണം അവനോ വളരണം ഞാനോ കുറയണം എന്ന് പറയുമ്പോൾ ഇന്ന് 2000 വർഷങ്ങൾക്ക് ശേഷവും 2000-ത്തിലധികം വർഷങ്ങൾക്ക് ഈ ശേഷവും ഇന്നും യോഹന്നാൻ പറയുകയാണ്, ഞാനോ കുറയണം അവനോ വളരണം എന്ന് പറയുമ്പോൾ ഈ ജനലക്ഷങ്ങളുടെ ഹൃദയങ്ങളിൽ യോഹന്നാൻ ഇന്നും വളർന്നുകൊണ്ടിരിക്കുകയാണ്. തന്നെത്താൻ താഴ്ത്തവൻ ഉയർത്തപ്പെടുമെന്ന് പറയുന്ന പോലെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഇപ്പോഴും യോഹന്നാൻ സ്നാപകൻ വളർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് യോഹന്നാൻ്റെ മാതൃക പിന്തുടരാം. ദൈവത്തെ അത്യുന്നതൻ്റെ പ്രവാചകനാകാം. ദൈവത്തിലേക്കുള്ള വഴികാട്ടിയായി നമുക്ക് ആയിത്തീരാം. അനീതിക്ക് ശബ്ദിക്കുന്നവരാകാം. മാതാപിതാക്കളുടെ ബന്ധനം ഒഴിക്കുന്നവരാകാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാംശം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.